ഏറ്റവും നല്ലൊരു സേവനമാണല്ലോ വിശ്വഗ്രൻ ഡോക്ടർ എന്നുള്ളത് ഏറ്റവും നല്ലൊരു സേവനമാണ്. കച്ചവടം ഏറ്റവും നല്ലൊരു തൊഴിലായതുപോലെ തന്നെ. എന്താണ് അതിൻ്റെ കാര്യം? നമ്മൾ മറ്റുള്ളവരുടെ വേദനകളെയാണ് സ്പർശിക്കുന്നത്. നമ്മളിപ്പോൾ അതിന് എത്ര തന്നെ പണം വാങ്ങിയാലും എത്ര നന്ദി ഉണ്ടാകും ഒരു പേഷ്യൻറ്റിന്. നമ്മൾ പണം വാങ്ങി അയാൾക്കറിയാം ഞാൻ പണം കൊടുത്തിട്ടാണ് ചികിത്സിച്ചതെന്നൊക്കെ അറിയുമെങ്കിലും ആ രോഗം മാറിക്കിട്ടിയതിൻ്റെ ഒരു വലിയ നന്ദിയും കടപ്പാടും അയാളെ പ്രകടിപ്പിക്കും. പഴയ കാലഘട്ടങ്ങളിലൊക്കെ, ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു 10 or 50 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൻ്റെ, ഒരു നാടിൻ്റെ അത്ഭുതമായിരുന്നു. എല്ലാ നിലക്കുമുള്ള ആശ്രയമായിരുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു പണം ഒരു പ്രശ്നമായിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷെ നിങ്ങൾ ആലോചിച്ചൊക്കെ, നിങ്ങൾ ഒരു ഡോക്ടർക്ക് എന്താ വരുന്നത്? എൻ്റെ ആരോഗ്യത്തെ പരിരക്ഷിക്കുക എന്നാണ് വരുന്ന ആളുടെ ലക്ഷ്യം. അപ്പം ആ വരുന്ന രോഗിയോട് അയാളുടെ ആരോഗ്യത്തിൽ അയാൾ വിശ്വസിച്ച വ്യക്തിയിൽ നിന്ന് ആ വിശ്വാസത്തിനെതിരെ എന്ത് പ്രവൃത്തി ഉണ്ടായാലും അതിന് നമ്മൾ സമാധാനം പറയേണ്ടി, യാതൊരു സംശയവും. അയാൾ 100% എൻ്റെ ശരീരത്തിന് ഇയാൾ ദോഷം ചെയ്യൂല എന്ന ഉറപ്പിൻ്റെയും യോഗ്യതയും പരിഗണിച്ചവർ അയാൾക്ക് ആവശ്യമില്ലാത്തൊരു മരുന്ന് എഴുതി അയാൾ ആവശ്യമില്ലാത്ത ഒരു ചികിത്സക്ക് പ്രേരിപ്പിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ തന്നെ അത് ആ വിശ്വാസ്യത കേൾക്കുന്ന ഏറ്റവും വലിയ പരിക്കാണ്. ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. വിശ്വാസ്യത എന്നുള്ളത് ഏതൊരു പ്രവർത്തനത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട. മനഃപൂർവ്വം ദോഷം ചെയ്യാം, മനഃപൂർവ്വം ആവശ്യമില്ലാത്തൊരു മരുന്ന് എഴുതി കൊടുത്താൽ എന്ത് ചെയ്യും? അത് അയാളെ ബോധപൂർവം ദ്രോഹിക്കലാണ്. അതൊരിക്കലും വിശ്വസ്തമായ, അതാണ് തൊഴിലുള്ള വിശ്വാസ്യത എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മളെ പരിചയമുള്ള ഒരാൾ ഒരു കാര്യത്തിന് വേണ്ടി നമ്മളെ തേടി വരുന്നത് നമ്മുടെ വീട്ടിലെ പരിചയം കൊണ്ടോ സുഹൃബന്ധം കൊണ്ടോ കുടുംബ ബന്ധം കൊണ്ടൊക്കെ. അപ്പം അയാളെ നമ്മൾ വിശ്വസിച്ചു നമുക്ക് ഉറപ്പായി. അപ്പം എന്നിട്ടാണ് നമ്മളെ പറ്റിക്കാൻ. ഇത് നമ്മളെടുത്ത് വന്നാൽ അയാൾക്ക് നല്ലൊരു സേവനം കിട്ടും, കാരണം എൻ്റെ പരിചയക്കാരനല്ലേ, എൻ്റെ ബന്ധുവല്ലേ, എൻ്റെ കുടുംബമല്ലേ, എൻ്റെ ബ്രദറല്ലേ എന്ന്. അപ്പം നമുക്ക് ഉറപ്പായി എന്ത്, ഞാൻ എന്ത് ചെയ്താലും ഇയാൾക്ക് കുഴപ്പമുണ്ടാവില്ല. ആ ബന്ധം ഉപയോഗിച്ച് അയാളെ എന്ത് ചെയ്യാറ്? വിശ്വാസക്കുറവ് കാണിക്കുക. അതുപോലെ മായം കലർത്തും. അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് വസ്തുവിൽ മായം കലർത്തിയാലും അത് ഉപയോഗിക്കുന്നതിനുള്ള ദ്രോഹം. അതിലുപരി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ അയാൾക്ക് അളവനുസരിച്ച് കൊടുക്കണില്ലല്ലോ. നമ്മൾ അയാളിൽ നിന്ന് വാങ്ങുന്ന പണം അനുസരിച്ച് കൊടുക്കണില്ല. അതിൻ്റെയൊക്കെ കണക്ക് എവിടെയാണ് ബോധിപ്പിക്കുക സഹോദരങ്ങളെ? അതുകൊണ്ട് ഒരു കാരണവശാലും അറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിലും മായം കരുതണം. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് അളവ്. വലിയ ഓഫറുകളും കാര്യങ്ങളൊക്കെ ആളുകളോട് പറയണു, എന്നിട്ട് ആളുകൾ വിശ്വസിക്കുന്ന ഒരു ക്വാണ്ടിറ്റി അതിന് കൊടുക്കാതിരിക്കും. ആ ക്വാണ്ടിറ്റിയിലുള്ള കുറവ് അയാൾ അറിയാതെ അയാളെ പറ്റിക്കും. ആ വസ്തുവിന് പറയുന്ന അളവ് എത്രയാണോ ആ കൃത്യമായ അളവുകൾ ഇല്ലാതിരിക്കാം. ആ അളവുണ്ടെന്ന് അയാളെ എന്ത് ചെയ്യുക? ബോധ്യപ്പെടുത്തിട്ട്. അതൊക്കെ നമ്മുടെ തൊഴിലിൽ വരുന്ന വിശ്വാസക്കുറവുകളാണ്. അതേപോലെ തന്നെ നിശ്ചിത സമയം ജോലി ചെയ്യാതിരിക്കും. നമുക്കൊരു സാലറി നിശ്ചയിക്കുമ്പോൾ അതിനൊരു ടൈം ഉണ്ടായിരിക്കും. ആ ടൈം എന്ത് ചെയ്യണം? നമുക്ക് കിട്ടുന്ന ശമ്പളത്തിന് നമ്മൾ പകരം കൊടുക്കേണ്ട കാര്യമാണ്. ആ ടൈം കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ മേലുദ്യോഗസ്ഥൻ്റെ അറിവോടുകൂടെയോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ നന്മകൾക്കോ വേണ്ടി നമ്മൾ ചെയ്യുന്ന മറ്റു സേവനങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. മറിച്ച് നമ്മൾക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു നിശ്ചിത സമയം നമ്മൾ ജോലി ചെയ്യാതിരിക്കുക എന്നുള്ളത് അമാനത്തിൽ ലംഘനമാണ്. വല്ലദീനഹും ലി അമാനാതിഹിം വ അഹ്ദിഹിം റാഊൻ. അഹ്ദാൻ നമ്മൾ അവർക്ക് ചെയ്ത് കൃത്യമായി നമ്മൾ ചെയ്തൊരു എഗ്രിമെൻ്റ് ആണ്. ആ എഗ്രിമെൻറ്റിൽ വീഴ്ച വരുത്തുമ്പോൾ നമ്മുടെ തൊഴിൽ നമുക്ക് ഹലാലല്ലാതിരിക്കും എന്നാണ്. അതേപോലെ തന്നെ എന്താ പറയുക? നുണ പറയണം. ഒരു കാരണവശാൽ ചിലപ്പോൾ കസ്റ്റമേഴ്സൊക്കെ വന്നിങ്ങനെ സംശയിച്ച് നിൽക്കും. അപ്പോൾ നുണയെന്ന് പറഞ്ഞാൽ അയാൾ എടുത്തു പോകും. ഒരു കാരണവശാലും ചെയ്യരുത് സഹോദരൻ. നമ്മൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നതിൽ കളവുണ്ടാവരുത്. നമുക്ക് എന്തും പറയാം, നുണ പറഞ്ഞിട്ട് നമ്മളത് എടുപ്പിക്കാൻ പറ്റും. നുണ പറഞ്ഞെടുപ്പിക്കുമ്പോൾ എന്താ? സലാസത്തുൻ ലാ യുകല്ലിമുഹും അല്ലാഹു വലാ യൻദുറു ഇലൈഹിം യൗമൽ ഖിയാമ. അള്ളാഹു സംസാരിക്കാത്ത, അള്ളാഹു നോക്കാത്ത, വലാ യുസക്കിയും അള്ളാഹു സംസ്കരിക്കാത്ത 3 ആൾക്കാർ. അള്ളാഹ് നോക്കൂല. എത്ര ഗൗരവമുള്ള വാക്കാണ്. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷയും. കൊൽത്തു. അപ്പൊ ഞാൻ ചോദിച്ചു, മൻഹും യാ റസൂൽ അല്ലാഹ്, അള്ളാഹ് റസൂൽ ആരാണ് ഇത്രയും വലിയ ശാപകോപങ്ങൾക്ക് വിധേയരായ വ്യക്തി? ആരാണ്? ഖദ് ഖാബു വ ഖസ്റു, അവരാരായാലും അവർ നഷ്ടപ്പെട്ടിരിക്കുന്നു, അവർ വലിയ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഫഅഅദഹ സലാത്ത, 3 വട്ടം അതെന്നെ ആവർത്തിച്ചു. കൊൽത്തു, ഞാൻ പറഞ്ഞു, മൻഹും ഖാബു വ ഖസ്റു, ആരാ റസൂലെ ഈ 3 ആൾക്കാരെന്ന് പറയൂ നിങ്ങൾ? അവർ നഷ്ടക്കാർ തന്നെ, പരാജിതർ തന്നെ. ഫഖാല, പിന്നെ പറഞ്ഞു, അൽ മുസ്ബിൽ, നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴക്കുന്നവൻ. വൽ മന്നാൻ, എന്തെങ്കിലും ഒരു ഉപകാരം ഒരാൾക്ക് ചെയ്തു കൊടുത്താൽ അത് എടുത്തു പറയുന്നവൻ. വൽ മുനഫ്ഫിഖു സിൽഅതഹു ബിൽ ഹിൽഫിൽ കാദിബ്, നുണ പറഞ്ഞുകൊണ്ട് തൻ്റെ ചരക്കിനെ വിൽപ്പന ചെയ്യുന്നവൻ. നുണ പറഞ്ഞ് തൻ്റെ ചരക്കിനെ വിൽപ്പന ചെയ്യുന്നവൻ. വാക്ക് സാമർത്ഥ്യം കൊണ്ടും കളവ് കൊണ്ടും നമ്മൾ എന്ത് ചെയ്യുക? ഒരു പ്രൊഡക്റ്റ്, ഒരു സാധനം വിറ്റഴിക്കാൻ പാടില്ല. നാം ആരെങ്കിലും നമ്മുടെ കയ്യിൽ വരുന്നത് പണമാണ്, അത് നമുക്കുള്ള ഭക്ഷണമാണ് എന്ന് നമ്മൾ ഏത് തൊഴിലിൻ്റെ സന്ദർഭത്തിലും ആവർത്തിച്ച് ചെയ്യണം. പിന്നെ നമ്മുടെ ഈ ജീവിതത്തിൻ്റെ വലിയ സമയം നമ്മൾ ചെലവഴിക്കുന്ന ഈ തൊഴിൽ, സുഹൃത്തുക്കൾ, നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു അവസരമാണ്. നമുക്ക് ധാരാളം ആളുകളെ സഹായിക്കാൻ പറ്റും.
പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണ സാധനങ്ങളോ ചികിത്സയൊക്കെ രംഗത്തുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെയൊക്കെ മുന്നിൽ വരുന്ന പല ആളുകളും നിവൃത്തില്ലാത്ത ആളുകളുണ്ടായിരിക്കും. ഞാൻ പറഞ്ഞ അത്തരം നിവൃത്തില്ലാത്ത ഏതെങ്കിലും ഒരാൾക്ക് ഒരു ദിവസമെങ്കിലും ഒരു വാക്ക് കൊണ്ടെങ്കിലും ഇങ്ങനത്തെ ഇല്ലേ തരണ്ട പിന്നെ തന്നോളൂ എന്ന് പറയാനുള്ളൊരു മനസ്സുണ്ടല്ലോ, ആ മനസ്സുകൊണ്ട് എത്ര പുണ്യം നേടാൻ പറ്റുന്നതാണ്. അല്ല കുല്ലി മുസ്ലിമിൻ സ്വതക്ക, എല്ലാ മുസ്ലിമിനും എൻ്റെ പേരും സ്വതക്കയുണ്ട്, ധർമ്മം ചെയ്യാൻ പറ്റും. എന്താണത്? അറഅയ്ത ഇല്ലം വെച്ചിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിലോ, എല്ലാ മുസ്ലിമിനും ധർമ്മം ചെയ്യാൻ പറ്റുന്നപ്പോൾ എന്തെങ്കിലും വേണ്ട കൊടുക്കണമെങ്കിൽ ഒന്നുമില്ലെങ്കിലോ എന്നാണ്. എന്താണ്? കാല യഅ്തമിലു ബി യദൈഹി ഫയൻഫഉ നഫ്സഹു വയതസദ്ദഖ്. എന്തെങ്കിലും ഒരു തൊഴിൽ നമ്മൾ ചെയ്യാം, എന്തെങ്കിലും ഒരു പണി നമുക്ക് കിട്ടും. ആ പണി ചെയ്യുമ്പോൾ 10 രൂപ നമുക്ക് കിട്ടൂലേ? ആ 10 രൂപയിൽ നിന്ന് 1% വേറൊരാൾക്ക് കൊടുക്കുക. അങ്ങനെ ആയിരിക്കാൻ പറ്റാത്തത്. എന്തെങ്കിലും ഒന്ന് നേടുക, അതിന് ചെറിയൊരു അംശം കൊടുക്കുക. വലിയ പൈസ സമ്പത്തും വലിയ ലക്ഷങ്ങളും കോടികളും വന്നിട്ടല്ല സുഹൃത്തുക്കളെ, എന്താണോ അധ്വാനിച്ചുണ്ടാക്കിയത് അതിന് കൊടുക്കുക. അറഅയ്ത ഇല്ലം യസ്തതി, അതിനും അവന് പറ്റില്ലെങ്കിലോ കാല യുഈനുൽ ഹാജത്തിൽ മൽഹൂഫ്, പ്രയാസം അനുഭവിക്കുന്ന ആവശ്യക്കാരനായ അയാളെ സഹായിക്കാം. അപ്പോൾ ചോദിച്ചു അതിനും സാധിക്കില്ലെങ്കിലോ എന്നാണ്. അതിനും സാധിക്കൂലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുക്ക്. യഅ്മുറു ബിൽ മഅറൂഫ് അബിൽ ഖൈർ, ഒരു നന്മ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇനി അതിനും പറ്റില്ലെങ്കിലോ, അതിനും പറ്റില്ലെങ്കിൽ യുംസിക് അനിശ്ശർ ഫഇന്നഹാ സ്വദഖ, ഒരാളെ ഉപദ്രവിക്കാതിരിക്കുക. ഒരാൾക്കൊരു ദോഷം ചെയ്യേണ്ട ഗുണം ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതും എന്താകുന്നു? സ്വതക്കയാകുന്നു എന്നാണ്. മാത്രമല്ല സുഹൃത്തുക്കളെ, പലപ്പോഴും പല ആളുകളും തൊഴിൽ ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ എത്രയോ തൊഴിലാളികൾ പുറത്തുനിന്ന് വരുന്നുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വരുന്നത്. മനസ്സിലായി? നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിവർത്തില്ലാതെ ജീവിക്കുന്ന എത്രയോ ആളുകൾ നമ്മൾ സഹായിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു തൊഴിൽ ചെയ്യാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ അതെൻ്റെ അഭിമാനത്തിന് യോജിക്കുന്നതാണോ എന്നുള്ളതാണ് ആൾക്കാരുടെ പ്രശ്നം. ഏത് തൊഴിൽ ചെയ്യുന്നു എന്നുള്ളതാണ് അഭിമാനം സുഹൃത്തുക്കൾ. അതാണ് തൊഴിൽ ചെയ്യാതിരിക്കുന്നു എന്നുള്ളതാണ് അപമാനം. എന്ത് ജോലിയാണെങ്കിലും ഞാനൊരു ജോലി ചെയ്യുന്നു എന്നുള്ളത് അഭിമാനമാണ്. അത് അഭിമാനത്തോടു കൂടെ ചെയ്യാൻ നമുക്ക് പറ്റണം. ഈ തൊഴിലിൻ്റെ മഹത്വമൊക്കെ തരുന്നത് അത് ആപേക്ഷികമാണ്. ഈ ചിലപ്പോൾ നമ്മളെ തൊഴിൽ എങ്ങനെ നോക്കിയാലും നമ്മുടെ മേലുള്ളൊരു തൊഴിലിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മളെ തൊഴിലിന് അതിൻ്റെതായ ഒരു സ്ഥാനക്കുറവുണ്ടാകും. നമ്മൾ പരിഗണിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഹലാലായ ഒരു പണി ചെയ്യുന്നത് അതിനെന്താ പറയുക, അത് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് എല്ലാ പ്രവാചകന്മാരെല്ലാം ആട് നോക്കി എന്ന് പറയും. ആടിനെ നോക്കുക പറഞ്ഞാൽ ഒരു പശുവിനെ നോക്കി നടക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ മനസ്സിലെന്തായിരിക്കും? അതൊരു അഭിമാനമുള്ള തൊഴിലാണോ? അതൊരു അഭിമാനമുള്ള തൊഴിലാണ്. എല്ലാ പ്രവാചകന്മാരും ആട് നോക്കി തന്നെ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണനുണ്ട്, ഞാൻ കുന്തു അറാഹ അല ഖറാറി യാഹിൽ മക്ക, മക്കാർക്ക് ചെറിയ നാണയത്തിൽ ചെറിയ പൈസക്ക് ഞാൻ ആടിനെ നോക്കി കൊടുത്തിരുന്നു എന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതേപോലെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, പിന്നെ സക്കരിയ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച്, അദ്ദേഹം ഒരു ആശാരിയായിരുന്നു, മരപ്പണി ചെയ്തിരുന്ന ആളാണ്. ഏത് ജോലി നമ്മൾ ചെയ്യുന്ന ജോലി അഭിമാനത്തോടെ ചെയ്യാനും അഭിമാനത്തോടെ പറയാനും ഒരു വിശ്വാസിക്ക് പറയാം. അതെന്താ അറിയോ? അത് നമ്മൾ റിസ്ക് അന്വേഷിക്കലാണ്. അത് അള്ളാഹുവിൻ്റെ അടുക്കൽ പുണ്യകരമായ ഒരു പ്രവൃത്തിയാണ്. മാത്രമല്ല അതുകൊണ്ട് കിട്ടുന്ന വരുമാനം നമ്മൾ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ആ ചെലവഴിക്കുന്ന ഒരു സ്വതക്കയായും അള്ളാഹു നമ്മളിൽ നിന്ന് പരിഗണിക്കുകയും ചെയ്യുന്ന. മാത്രമല്ല നമ്മൾ ആലോചിക്കേണ്ടത്, ഇതെല്ലാം ഈ തൊഴിലുകൾക്കും തിരക്കുകൾക്കും ഇടയിൽ സുഹൃത്തുക്കളെ ഒരു സമയം നിശ്ചയിച്ച് നാം നമ്മുടെ നമസ്കാരവും ദീനീ കാര്യങ്ങളും അതൊക്കെ നമ്മളൊരു മുൻഗണന നൽകുന്ന ഏറ്റവും പ്രധാനം. എന്ത് തിരക്കിൻ്റെ ഇടയിലും എന്ത് ചെയ്യുക, ആ ജോലിക്ക് തടസ്സം വരാതെ ലുഹറിൻ്റെ സമയമായാൽ പള്ളിക്ക്, അസറിൻ്റെ സമയം പോയി അങ്ങാടി പള്ളികളിലൊക്കെ നിങ്ങൾ നിരീക്ഷിച്ചു നോക്കുന്നു. അവിടേക്ക് ഈ വക്തിന് വരുന്ന ആളുകൾ പലപ്പോഴും എന്താ വെച്ചാൽ ഈ ജോലിക്കിടയിൽ വളരെ അവർ ചായക്ക് പോകാനുള്ള സമയം പോലും ചായക്ക് പോണ സമയം ഒഴിവാക്കി നിസ്കരിക്കാൻ പോയിക്കോളാം എന്ന് പറയുന്ന രൂപത്തിൽ ആ കൃത്യത പാലിച്ചുകൊണ്ട് അതിന് പോകുന്ന ആളുകളുണ്ട്. അതെന്തുകൊണ്ടാണ് നിങ്ങൾ നമ്മുടെ ഈ അധ്വാനിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഇവിടെ ചെലവഴിച്ച് പോകും, അല്ലെങ്കിൽ ഇവിടെ ഇട്ടേച്ച് പോകും. പക്ഷെ വൻ അമില സ്വാലിഹം പരി നഫ്സി, തനിക്ക് വേണ്ടി ഒരു നന്മ ഒരാൾ ചെയ്താൽ വമൻ അസാ ഫലൈക, തൻ്റെ മേലൊരു തിന്മ ഒരാൾ ചെയ്താലും വമാ റബ്ബുക ബിളല്ലാമിൻ അബീദ്, അള്ളാഹ് അനീതി കാണിക്കും. അള്ളാഹ് നീതിപൂർവം അത് സൂക്ഷിച്ച് വെച്ച് ആ നന്മയുടെ മനസ്സിനും പ്രവർത്തനത്തിനും ഒരു പ്രതിഫലം നമുക്ക് തരും. വഅഖീമുസ്സലാ, നിസ്കാരം നേരെ ചെയ്യൂ. വഅത്തു സക്കാ, സക്കാത്ത് കൊടുക്കൂ. വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈറിൻ, വല്ലാത്തൊരു വാക്കാണ്. നമുക്ക് വേണ്ടി കരുതി വെക്കുന്നത്, അല്ലെ? നമുക്ക് വേണ്ടി കരുതി വെക്കുന്നത് അന്നത്തെ വരുമാനം 10 രൂപ നമ്മൾ മാറ്റി വെക്കണ്ടല്ലേ, അത് നമുക്ക് വേണ്ടി മാറ്റി വെക്കുന്ന ആ രൂപ മിൻ ഖൈറിൻ തജിദുഹു ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ കണ്ടെത്തും. ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ തൊഴിൽ നമുക്ക് പരലോകത്ത് ഏറ്റവും അധികം പ്രതിഫലം നേടാനുള്ള ഒരു മാർഗമാക്കി മാറ്റാൻ ഇത്തരത്തിലെ ചെറിയ ചില ശ്രദ്ധകൾ മാത്രം മതി.